എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായിമാറ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഞങ്ങളൊരു 4 മണിക്ക് എണീറ്റു ആൻഡ് വി ഹാവ് അവർ ഡെയിലി റൂട്ടീൻ. ഞങ്ങളൊരു 5:45 AM ഞങ്ങൾ മസായിമാറ എൻട്രി ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചീറ്റയുടെ മുന്നിലേക്കാണ്. അതിൻ്റെ കാഴ്ചകളും ഒപ്പം മുന്നിലുള്ള ചെറിയ വന്യജീവി കാഴ്ചകളുമെല്ലാം പകർത്തി നമ്മൾ നേരെ പോയത് സിംഹങ്ങളെ വരെ കുത്തിമലർത്താൻ കരുത്തരായ വാട്ടർ ബഫലോയുടെ മുമ്പിലേക്കാണ്. നല്ലൊരു മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് മീൻസ് നല്ലൊരു അത്ര തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്നോഫോളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവർ മിസ്റ്റർ ജേക്കബ് ഹി വാസ് ആൾസോ an awesome guy. ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവന്നു. മസായിമാരയിലെ ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ദിനത്തിലെ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള സമയമാണ്. കാഴ്ചയിൽ ചീറ്റയും ഒട്ടകപ്പക്ഷിയും സീബ്രയും സിംഹങ്ങളുടെ ഇഷ്ടഭക്ഷണവും അവയെ കുത്തിമലർത്താൻ ശേഷിയുള്ള വാട്ടർ ബഫലോയാണ് കാഴ്ചയിൽ. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. വനവന്യജീവി കാഴ്ചകളിലേക്ക് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. തുടർ കാഴ്ചകൾക്ക് ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മാര റിവറിൻ്റെ കൈവഴിയിൽ കടന്നുള്ള യാത്രയാണ്. പാറക്കല്ലുകൾക്ക് മുകളിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ കൂടെ ലാൻഡ് ക്രൂയിസർ കടക്കുമ്പോൾ എതിർ ദിശയിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. വണ്ടി നേരെ പോയത് ചീറ്റയുടെ കാഴ്ചയിലേക്കായിരുന്നു. മുന്നിൽ ഒട്ടകപ്പക്ഷി വിശ്രമത്തിലാണ്. അടയിരിക്കുന്ന പോലുള്ള ഇരിപ്പ് അധിക സമയം നീണ്ടു നിന്നില്ല. ഓസ്ട്രിച്ചുകൾ ഇവിടെ ഉണ്ട് എന്ന് ഒരു പുതിയ അറിവായിരുന്നു. മുന്നിലുള്ള പക്ഷി നമ്മുടെ വരവറിയിച്ച് പെട്ടെന്ന് തന്നെ എണീറ്റ് നടപ്പ് തുടങ്ങി. നീളമുള്ള ചുവന്ന കാലുകളും കഴുത്തും ഇവിടെ പ്രത്യേകതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ശരിക്കും ഇവ ആഫ്രിക്കൻ വംശജരാണ്. ഈ കാര്യം ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. 2.75 മീറ്റർ വരെ ഉയരവും 150 കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ടാകും. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവയ്ക്ക് ഓടുവാൻ സാധിക്കും. ഇവയുടെ ശരാശരി ആയുസ് 50 മുതൽ 70 വയസ്സ് വരെയാണ്. കാലുകൾ ഉപയോഗിച്ച് തന്നെ ഇവ ശത്രുക്കളെ നേരിടാറുമുണ്ട്. ഒട്ടകത്തോട് സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ഒട്ടകപ്പക്ഷി എന്ന പേര് വന്നത്. മാംസത്തിനും തൂവലിനും മുട്ടയ്ക്കും തുകലിനും വേണ്ടി ഇവയെ ഫാമുകളിൽ വളർത്താറുണ്ട്. നമുക്ക് മുന്നിൽ നിന്നും
നിലത്തുള്ള ചെറു പ്രാണികളെയാണെന്ന് തോന്നുന്നു. കൊത്തി തിന്ന് അവ നടന്ന് അകലുകയാണ്. മുന്നിലെ കാഴ്ചയിൽ സീബ്രകളുണ്ട്. ഞങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നിലത്തൊരു കുഞ്ഞ് ചത്തതുപോൽ കിടക്കുന്നു. ഒരു ഭാവവും മാറ്റവുമില്ലാതെ മറ്റു സീബ്രകൾ പുല്ലുമെഞ്ഞ് നിൽക്കുന്നുമുണ്ട്. കുറ്റിക്കാട്ടിൽ വിശ്രമിക്കുന്ന ചീറ്റിയും സീബ്രകളും കാഴ്ചകളിൽ നിറയുമ്പോൾ മുന്നിലെ സീബ്ര കുഞ്ഞിന്റെ അനക്കമില്ലാതെയുള്ള കിടപ്പ് വേദനയായി. അതിനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ശ്വാസമുള്ളതുപോലെ തോന്നിച്ചു. വീഡിയോ എടുത്താൽ മതിയോ? ചുറ്റുമുള്ള കാഴ്ചകൾ പകർത്തുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൺ സീബ്രയും പുറകിലെ മാരയുടെ മുഖചിത്രമായ മരവുമെല്ലാം കിടിലൻ ഫ്രെയിമിൽ നിറഞ്ഞാടുകയായിരുന്നു. ഈ സമയം വലതുവശത്ത് നിന്ന് അമ്മയുടെ പാല് കുടിക്കുന്ന സീബ്ര കുഞ്ഞും കാഴ്ചയിൽ നിറഞ്ഞപ്പോൾ അവയുടെ ചുറ്റുവട്ടത്ത് ഇമ്പാലകളും തീറ്റ നിന്ന് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഇത് കൊച്ചാണെന്ന് തോന്നുന്നു. കറുപ്പിന് ഒരു ഡാർക്ക്നെസ് ഇല്ല, ഒരു ബ്രൗൺ ലൈൻസ് ആണ് അത്. അല്ലാതെ ഇങ്ങനെ മരിച്ചു കിടക്കില്ല. നാച്ചുറൽ ഡെത്ത് ഇവരുടെ ഒന്നിന്റെ ശവം. ഈ സമയം താഴെ കിടന്ന കുഞ്ഞു സീബ്ര അനങ്ങുകയും അപ്പുറത്തെ വശത്തെ കുഞ്ഞു സീബ്ര നിലത്ത് നീണ്ടു നിവർന്ന് കിടക്കുകയും ചെയ്തു. അതുപോലെ കിടക്കുന്നത് ഇതും കുട്ടിയാണ് കേട്ടോ. ഇതും കുട്ടിയാണ്. ഇതിന്റെ ആ വര കണ്ടാലറിയാം. വര കറുപ്പല്ല, കറുപ്പായിട്ടില്ല, ബ്രൗണിഷ് ആയിട്ടുള്ളൂ. മറ്റതിന്റെ അങ്ങനെയാണ്. ഇത് ഇവയുടെ വിശ്രമമാണ്. ഇങ്ങനെയാണ് ഇവ വിശ്രമിക്കുന്നത്. വിശാലമായി നിലത്ത് കിടന്നങ്ങുറങ്ങും. മറ്റു സീബ്രകളിൽ ചുറ്റി കാവലിലുണ്ട്. ഈ ധൈര്യത്തിലാണ് ഇവ അങ്ങനെ കിടക്കുന്നത്. കറുപ്പില് വെള്ള വരയണം ഞാൻ പറയുന്നു. പിന്നെ എങ്ങനെ അല്ല പറയും. മറ്റേതാണ് അമ്മ. അങ്ങോട്ട് പോയ ആളാണ് അമ്മ. ചീറ്റ കിടന്നിടത്ത് കുറെ സമയം തലപൊക്കി കാലുകൾ നീട്ടി ദൂരേക്ക് നോക്കി ഇരിപ്പ് തുടർന്നു. ആ കാഴ്ച കാണുന്നതിനോടൊപ്പം നമ്മുടെ യാത്രയെക്കുറിച്ച് കൃത്യമായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ നടക്കുന്ന പാക്കേജ് കൂടുതൽ ആളുകൾ പോകുന്ന പാക്കേജുകളാണ്. അതാണ് നമുക്ക് ലാഭവും ഉണ്ടാക്കുന്നത്. ഒരു റിസോർട്ട് മുഴുവനായി എടുക്കുമ്പോൾ തുകയിൽ വലിയ കുറവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ 12 അംഗങ്ങളാണ് മാരയിലേക്ക് പോയത്. ഫോട്ടോഗ്രാഫേഴ്സിന് പോകുവാനുള്ള തുറന്ന വണ്ടികൾ, നല്ല സാരഥികൾ, മസായി മാര സാവന്ന കാടുകളോട് ചേർന്നുള്ള റിസോർട്ടിലുള്ള താമസം, എല്ലാം കൊണ്ടും സഞ്ചാരിക്ക് ഗുണമുണ്ടാക്കുന്ന പാക്കേജുകളാണെന്ന് നമ്മൾ ചെയ്തത്. തുടർന്നും നമ്മുടെ യാത്രയിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഈ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള യാത്രകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മുന്നിലുള്ള വേഗക്കാരൻ പെട്ടെന്ന് തന്നെ എണീറ്റു. അവൻ്റെ മുന്നിലെ കാഴ്ചകൾ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കാഴ്ചകൾ കിട്ടുവാൻ അത് പകർത്തുവാനുമുള്ള പാകത്തിൽ ജോർജ് വണ്ടി കൊണ്ടുവന്ന് നിർത്തി തന്നു. മാരയിലെ കുറ്റിച്ചെടികൾക്ക് മുന്നിൽ കൂടെ നീളമുള്ള കാലുകൾ നീട്ടിവെച്ച് അവൻ നമുക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ്.
മുന്നിൽ സീബ്രയും ഇമ്പാലയും ഉണ്ട്. അവയെ സൂക്ഷിച്ചു നോക്കിയുള്ള വരവാണ്. ഹണ്ടിങ് ആണോ ലക്ഷ്യം എന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നിച്ചു. നിവർന്നു വന്നവൻ, നമുക്ക് നേരെ നടന്നു വന്നവൻ നമ്മുടെ മുന്നിലെ കുറ്റിച്ചെടികൾക്ക് ചുവട്ടിൽ തണലത്ത് വീണ്ടും കിടന്നു. ചീറ്റയുടെ കാഴ്ചയിൽ കുറേ സമയം പകർത്തി. ഒരു കാഴ്ചയിൽ മാത്രം നിൽക്കാൻ സമയമില്ല. വണ്ടി നേരെ ബഫർ സോണിലേക്കാണ് കടന്നത്. ദൂരെ നിന്നുകൊണ്ട് തന്നെ കണ്ടു. നമ്മുടെ നാടൻ പോത്തുകളെന്ന് തോന്നിക്കും, എന്നാൽ അവയല്ല. നെറ്റിയുടെ മുകളിൽ വിരിഞ്ഞു വിടർന്നു നിൽക്കുന്ന കൊമ്പുകൾ മാത്രം മതി അവ ആരെന്ന് മനസ്സിലാക്കുവാൻ. ഇതാണ് യമന്റെ സാധനം. മുന്നിലെ ഭീമാകാരൻ വാട്ടർ ബഫലോയാണ്. വാട്ടർ ബഫലോ എന്നും അല്ലെങ്കിൽ ആഫ്രിക്കൻ കാട്ടുപോത്തെന്നും വിളിക്കുന്ന ഇവ വലിയ കൂട്ടങ്ങളായാണ് വസിക്കാറുള്ളത്. സിംഹങ്ങളെ വരെ പ്രതിരോധിക്കാൻ ശക്തരിൽ ശക്തരാണിവർ. ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം പാഞ്ഞു വന്നതും ഇവരിൽ ഒരുവനാണ്. ഈ സെൻറ്ററിൽ കിടക്കുന്നതാണോ? ഇത് നോക്കി, അതിൻ്റെ മേളിൽ മേളിൽ കൊണ്ടോ കിളി നിൽക്കുന്നുണ്ടോ? അത് മെയില അല്ലെങ്കിൽ ആണുങ്ങളെ കാണാനല്ലേ എപ്പോഴും ഭയങ്കര സൗന്ദര്യം. അടി കിട്ടാനുള്ള മാർഗം. ബിഗ് ഫൈവിൽ ഉൾപ്പെട്ട ഇവ മാറിയിലെ പ്രധാന വന്യജീവികളിൽ ഒന്നാണ്. വെള്ളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വാട്ടർ ബഫല്ലോ എന്ന് പേര് വന്നത്. ഏഷ്യയിൽ കാണപ്പെടുന്ന കാട്ടെരുമയും ഇവയും വംശനാശ ഭീഷണിയിൽ ഉൾപ്പെട്ടവയെ തന്നെയാണ്. മുന്നിലുള്ള കൂട്ടം പുല്ലുമേഞ്ഞും വിശ്രമിച്ചുമെല്ലാം നിൽക്കുകയാണ്.
മുന്നിൽ കുറേ ദൂരം മാറിയായി കാലികളെ മേയിച്ചുകൊണ്ട് മസായികൾ നടക്കുന്നുമുണ്ട്. നൂറുകണക്കിന് പശുക്കളുമായി ഇവരും ഈ വനപ്രദേശത്ത് ജീവിക്കുന്നു എന്നതാണ്. ദൂരെ കൂടെ നാട്ടിലെ നാടൻ പശുവും പോകുന്നതാണ് കുറേ ദൂരത്തായിട്ട്. ഇവിടെ നാടൻ പോത്തുകളുടെ രൂപവും, പക്ഷെ ഇതിൻ്റെ ആൺ ബഫലോയുടെ തലയുടെ മേളിൽ നിന്ന് തന്നെ, ഉച്ചയിൽ നിന്ന് തന്നെയാണ് ആ കൊമ്പ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മസായ് മാരയിലെ ഈ പുൽമേടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഈ ജീവികൾ ഈ പുൽമേടുകൾ വിട്ട് വെളിയിലേക്ക് വരുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം എന്തെന്ന് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാത്തത് എന്ത് എന്നും ചിന്തിക്കുക. അതിന് ഒരു കാരണം മാത്രമാണുള്ളത്. അടുത്ത വണ്ടിയാണ് പുറകെ വരുന്നത്. പുല്ല് നിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് ഈ സാവന്ന കാടുകളിൽ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട്. അതന്വേഷിച്ച് വെളിയിലേക്ക് ഈ ജീവികൾക്ക് വരേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവികളെ തേടി വലിയ ജീവികൾ നാട്ടിലേക്ക് എത്തുകയുമില്ല. ഈ ചിന്തയാണ് നാട്ടിലെ സർക്കാരുകൾക്കും ജനങ്ങൾക്കും ഉണ്ടാവേണ്ടത്. മനുഷ്യ മൃഗ സംഘർഷങ്ങൾക്ക് പരിഹാരം ഈ പറഞ്ഞതിലെല്ലാം ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുക. വലിയ പോത്തുകളുടെ മുകളിൽ ചെറു കിളികൾ കാഴ്ചകളായപ്പോൾ നമ്മുടെ വോക്കി ടോക്കി ശബ്ദിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ എവിടെയോ ആ വലിയ കാഴ്ച ആർക്കോ കിട്ടിയിരിക്കുന്നു. മീറ്റിങ്ങിനായി നടക്കുന്ന ചീറ്റകൾ. പരിചയം വന്നല്ലേ? വാട്ടർ ബഫലോയുടെ കാഴ്ചകളിൽ നിന്നും ഇണകളായി ചീറ്റകളുടെ കാഴ്ചയിലേക്ക് കടക്കുകയാണ്. തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ മനോഹര കാഴ്ചകളിലേക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജോബി കരിക്കാടൻ, MTA.